2019 ബോർഡ് തീരുമാനങ്ങളാകെ അത് ഞാൻ ഉത്തരവായി ഇറക്കുക മാത്രമായിരുന്നു. എന്താണ് അന്നത്തെ ബോർഡ് സെക്രട്ടറിയുടെ പ്രതികരണം? അതേസമയം 2019 2024 ഈ കാലത്തെല്ലാം ഇറങ്ങിയ ഉത്തരവിൽ വളരെ ശ്രദ്ധയോടെ സസൂക്ഷ്മം സ്വർണം എന്ന വാക്ക് ഒഴിവാക്കി ചെമ്പ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത് ഇത്ര ദീർഘമായ പ്ലാനിങ്ങിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു വലിയ കൊള്ള നടത്തിയത്. അപ്പോൾ ഇതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം വലുതാണ്? ആർക്കെല്ലാമായിരിക്കും പങ്ക്? ഇതിപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കോ രണ്ട് ശാന്തിയിലേക്കോ ഒതുങ്ങുന്നൊന്നായിരിക്കില്ലല്ലോ. അല്ല, ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇത് ഉന്നതന്മാരിടപെട്ടിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ്, ഒരു ഗൂഢാലോചനയാണ്. അല്ല, ഇപ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ ഗൗരവതരമായി ഇടപെടുന്നുണ്ട്. പക്ഷേ അങ്ങ് ദേവസ്വം ഭാഗമായിരുന്ന ആളാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗമായി അക്കാര്യം വിശദീകരിക്കാൻ അങ്ങേക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരൊക്കെ ഇക്കാര്യത്തിൽ പങ്കാളികളാകും? ഈ വിഷയമുണ്ടായ അന്ന് മുതൽ ഞാൻ പറയുന്നത്, ദേവസ്വം ബോർഡ് സെക്രട്ടറി അല്ല ഇത് കുറ്റക്കാരി, ദേവസ്വം ബോർഡാണ്. ബോർഡ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ 2 അംഗങ്ങൾ കൂടി എടുക്കുന്ന തീരുമാനം, അത് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലെടുക്കുന്ന തീരുമാനം. ആ തീരുമാനം മിനിറ്റ്സാക്കി ആ മിനിറ്റ്സ് ഉത്തരവാക്കി മാറ്റുക എന്ന് മാത്രമാണ് ദേവസ്വം സെക്രട്ടറിയുടെ നിക്ഷിപ്തമായ അധികാരം. ഇപ്പോൾ എല്ലാവരും ദേവസ്വം 19 എന്ന് പറയുമ്പോൾ പത്മകുമാറാണ് പ്രസിഡന്റ് അല്ലേ, അതോ വാസു? പത്മകുമാറിനും അന്നത്തെ ബോർഡ് അംഗങ്ങൾക്കുമാണ് ഉത്തരവാദിത്വം അല്ല, അവരെ അറസ്റ്റ് ചെയ്യണം. അവരാണ് കൊള്ള നടത്തിയത് എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ഇവരെ അറസ്റ്റ് ചെയ്യണം എന്താണോ അങ്ങ് പറയുന്നത്? അതെ 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 ഇതന്ന് വിറ്റിരിക്കുകയാണ്, കൊണ്ടുപോയി ഇത് വിറ്റിരിക്കുന്നു. എന്നിട്ട് മറ്റൊരു ദ്വാരപാലക ശില്പമാണ് കൂടെ വെച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറയുന്നത് സ്ട്രോങ് റൂമിൽ വേറൊരെണ്ണം ഇരിക്കുന്നു. ഇപ്പോൾ 3 ദ്വാരപാലക ശില്പങ്ങൾ കിടന്ന് ഓടുകയാണ് ഇവിടെ. ഈ ദേവസ്വം ബോർഡിനാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ബോർഡ് സെക്രട്ടറി നടപ്പാക്കിയതാണ്. അതുപോലെ തന്നെ 2024 ഇതേ തെറ്റാവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിരീശ്വരവാദികൾക്ക്, ഈ അയ്യപ്പ നിഷേധികൾക്ക് അവിടെ നിന്നും സ്വർണം കെക്കാനും പരമാവധി കൊള്ള നടത്താനും വേണ്ടിയുള്ള പ്രതലമൊരുക്കിയിരിക്കുകയാണ് ഇവർ. ആ കൊള്ള നടത്തിയതിന്റെ എല്ലാ കമ്മീഷനും ഇവർക്കും കിട്ടിയിട്ടുണ്ട്, ഇവരും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ മാത്രമല്ല, ഗവൺമെന്റിന്റെ ആളുകൾ വരെ ഉത്തരവാദിയാണ്. മന്ത്രിമാർക്ക് വരെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ അജയ് തറയിൽ, ഇപ്പോൾ ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കാൻ? നമ്മൾ പൊതുസമൂഹം അന്തം വിട്ട് നിൽക്കുകയാണ്. ശബരിമല പോലെ പരിപാവനമായ ഒരിടം, അവിടുത്തെ ദ്വാരപാലക ശില്പം, തന്ത്രിക്ക്, അവിടുത്തെ കീഴ്ശാന്തിമാർക്ക്, അവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക്, അവിടുത്തെ ജീവനക്കാർക്ക് ഇതെല്ലാം ചിരപരിചിതമാണല്ലോ. ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണമുണ്ടെന്ന്, കട്ടിളപ്പടിയിൽ സ്വർണ്ണമുണ്ടെന്ന്. എങ്ങനെയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾക്കും ഒക്കെ തീരുമാനമെടുത്ത് ധൈര്യപൂർവ്വം ഇത് കടത്താൻ തോന്നുക? മുഷ്ടി ചുരുട്ടി സ്വാമി അയ്യപ്പോ ഇന്ന് ഈങ്കില സിന്ദാബാദ് വിളിക്കുന്ന ഒരു ആള് എങ്ങനെ അയ്യപ്പ ഭക്തരാകും? അയ്യപ്പ സ്വാമിയുടെ മുന്നിൽ ചെന്ന് പിന്നിൽ കൈനെത്തി നിൽക്കുന്നവർ എങ്ങനെ അയ്യപ്പ ഭക്തരാകും? അവർക്കതൊന്നും ദ്വാരപാലക ശില്പമല്ല, അവർക്ക് കേവലം ചെമ്പാണ്, സ്വർണമാണ്. അതിന് യാതൊരുവിധ അവിടെ വിശ്വാസികളായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടല്ലോ. അവരെ വഞ്ചിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു. അവർക്കാർക്കും ഇത് കണ്ണിൽ പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? 2019 അവിടുത്തെ സ്വർണ്ണമാകെ കടത്തിയെങ്കിൽ ഇത്രയും കാലം അത് കണ്ണിൽ പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വലിയ സംശയം കൂടി ഉണ്ടല്ലോ. അല്ല, ഇത് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നത് ഒരു ഘട്ടത്തെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. അത് സ്വർണം പൂശിയതാണോ പൊതിഞ്ഞതാണോ? അതിനകത്ത് 3 കിലോ സ്വർണമുണ്ടോ? 50 ഗ്രാം സ്വർണമേ ഉള്ളൂ. ഇതൊന്നും വന്ന് ഒരു നിമിഷം നിന്ന് പോകുന്ന സാധാരണ വിശ്വാസികൾക്ക് അറിയില്ലല്ലോ. ഇവിടെ ഇവരിതെല്ലാം കണക്ക് കൂട്ടിയല്ലേ. ഇവിടെ ഏതാണ്ട് 3-3.5 കിലോ സ്വർണം അവിടെ പൊതിഞ്ഞിരിക്കുന്ന ശില്പം മാറ്റി 50 ഗ്രാം സ്വർണത്തിലേക്ക് മാത്രം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വെക്കാമെന്ന് കണ്ടുപിടിച്ച് ആ തീരുമാനമെടുത്തവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു അപാര ബുദ്ധിയല്ലേ. 3-4 കിലോ സ്വർണം മാറ്റിയിട്ട് 50 ഗ്രാം സ്വർണത്തിലേക്ക് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ് സാധനമാക്കി മാറ്റി ആ ദ്വാരപാലക ശില്പത്തിന് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കാശ് വാങ്ങാം
എന്ന് സങ്കല്പിച്ച് തീരുമാനമെടുത്ത് ബോർഡിൽ തീരുമാനിച്ച് അതിനനുകൂലമായ ചെമ്പുപാളിയാണെന്ന തീരുമാനം എഴുതി ചേർത്ത് അത് കൊടുക്കാൻ പറ്റും. അത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. അതുകൊണ്ട് SIT തീർച്ചയായിട്ടും ഈ ഗൂഢാലോചനയൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പായി തന്നെ ഇത്തരം ആളുകളെ പ്രതി ചേർത്ത് കേസെടുത്താൽ മാത്രമാണ് ഇനിയുള്ള തെളിവുകൾ നശിപ്പിക്കാതിരിക്കുകയുള്ളൂ എന്ന ആവശ്യം കൂടിയാണ് മുൻ ബോർഡ് അംഗമായ താങ്കൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും എം പത്മകുമാറിനെയും അന്നത്തെ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം. അവരാണ് നേരിട്ട് ഈ കൊള്ളയ്ക്ക് അറസ്റ്റ് ചെയ്യണം. അതെ ശരി, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്.